ഭാഗം 3. അല്പദൂരം കൂടി മുന്നോട്ട് തള്ളി നീക്കിയ ശേഷം മഹി ബൈക്കിലേക്ക് കയറിയിരുന്നു. പുറകിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാതായതോടെ അവൻ തിരിഞ്ഞു നോക്കി. മാനത്തേക്കും നോക്കി. എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആമ്പലിനെ കണ്ടതും അവൻ വിളിച്ചു, ഡി. അവൻ വിളിച്ചത് കേട്ട് അവൾ ചിന്തയിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞുണർന്നു. എൻജോ ഞാടി, നട്ടപ്പാതിരയ്ക്ക് നടവഴിയിൽ നിന്നും സ്വപ്നം കാണുന്നേ. കൂടുതൽ നിന്ന് ആലോചിക്കാതെ പൊന്നുമോള് ആ കാശിട്, ഇല്ലേ ഈ വണ്ടി ഓടത്തില്ല. അവൾ അതിന് മറുപടി പറയാതെ മൊബൈൽ എടുത്ത് പറഞ്ഞ തുക അവന് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. എമൗണ്ട് റിസീവ് ചെയ്ത മെസ്സേജ് ഫോണിൽ തെളിഞ്ഞതും അവൻ്റെ മുഖം തെളിഞ്ഞു. ആ ഒരു സന്തോഷത്തോടെ തലകുലുക്കിക്കൊണ്ടവൻ പറഞ്ഞു, അടിപൊളി, വാ ചേച്ചി കയറ്. പുറകിലത്തെ സീറ്റ് അവൻ ഷർട്ടിൻ്റെ അറ്റം കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി. അവൻ്റെ ചേച്ചി വിളി കേട്ടതും അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കേണ്ട. ഒരു ദിവസത്തിന് മൂത്തതായത് കൊണ്ടല്ല ഞാൻ നിന്നെ ചേച്ചിയെന്ന് വിളിച്ചത്. കാശ് തന്നാൽ ഏത് അലവലാതിയെ ഞാനൊന്ന് ബഹുമാനിക്കും, അത്രേ ഉള്ളൂ. ബൈക്കിലേക്ക് കയറിയിരുന്നിട്ട് അവൻ ചോദിച്ചു, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ വന്നില്ലായിരുന്നേ നീ എന്ത് ചെയ്തേനെ? നിന്നെ ചാടിച്ചവൻ ഇങ്ങോട്ട് വരാതിരുന്നതെന്താ? സൂരജ് ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരുന്നത്, പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ വണ്ടി ഓടിക്കായിരിക്കും. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അവനിനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കോളും. ഏത്? ആ ഓട്ടോ ഓടിക്കുന്ന രാജേട്ടൻ്റെ മോൻ സൂരജാണോ? അവൾ തലകുലുക്കി. എന്ത് പറ്റി? നിൻ്റെ ഒരു കയ്യിലിരിപ്പ് വെച്ച് അത്തരം കേസൊന്നും നീ എടുക്കാത്തതാണല്ലോ. അതോ അവൻ പണി പറ്റിച്ചോ? അവളുടെ അടിവയറ്റിലേക്കൊന്ന് പാളി നോക്കിയിട്ടാണ് അവൻ ചോദിച്ചത്. പോട പട്ടി. പട്ടി നിൻ്റെ അച്ഛൻ. വേണേ വന്ന് വണ്ടിയിൽ കയറി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരപ്പിച്ചു. അതോടെ അവൾ ഓടി വന്ന് അവൻ്റെ പുറകിലേക്ക് കയറി. അവൾ കയറിയതും അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. അല്പദൂരം മുന്നോട്ട് പോയ വണ്ടി വിജനമായ സ്ഥലത്ത് എത്തി. അവൻ പുറകിലേക്ക് മുഖമൽപ്പം ചരിച്ചിട്ട് അവളോട് ചോദിച്ചു, എടി, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? എന്ത്? റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആ ദേവി ഫാമില്ലേ? അവിടെ കഴിഞ്ഞ മാസം തൂങ്ങി മരിച്ച ആ വാച്ച്മാനില്ലേ? അങ്ങേരെ ചിലരൊക്കെ രാത്രി സമയത്ത് ആ സ്റ്റേഷൻ്റെ പരിസരത്ത് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കേട്ട് ചുറ്റുമൊന്ന് നോക്കിയിട്ട് അവൾ അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. ഒന്നും മിണ്ടാണ്ടിരിയടാ ശവമേ, നീ എന്തിനാ ഇപ്പോൾ എന്നോടത് പറഞ്ഞത്? അത് പിന്നെ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ പോകില്ലേ, അപ്പോൾ നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേന്നോർത്ത് പറഞ്ഞതാ. അത് പറഞ്ഞിട്ട് അവൻ റെയിൽവേ മിററിൽ കൂടി അവളെ നോക്കി. നഖം കടിച്ച് ആലോചിച്ചിരിക്കുന്നവളെ കണ്ടതും അവൻ സന്തോഷത്തോടെ തലൊരുക്കി. ഏറ്റു മോനെ. ബൈക്കിൻ്റെ സ്പീഡ് അല്പം കൂട്ടിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇരുട്ടിൽ വിജനമായിരുന്നു. സ്റ്റേഷൻ്റെ ഒരു വശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആലിൻ്റെ ഇലകൾ കാറ്റിൽ വല്ലാതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഏതാ ഇപ്പോൾ ഉള്ള ട്രെയിൻ? സ്റ്റേഷൻ പരിസരത്തെ മരവിച്ചു കിടന്നിരുന്ന ഇരുട്ടിലേക്ക് നോക്കി പേടിച്ചു നിന്നിരുന്നവൾ ചോദ്യം കേട്ട് പകച്ച മുഖത്തോടെ അവനെ നോക്കി. എന്താ? എടി, ഏത് ട്രെയിനിനാണ് നിന്നെയും അവനെയും പണ്ടാറടങ്ങണേന്ന്? ഈ സമയത്ത് തിരുച്ചെന്തൂർക്കൊരു ട്രെയിനുണ്ട്. ആന്നോ? എന്നാൽ ശരി മോളെ, ഞാൻ ചെല്ലട്ടെ. അപ്പോൾ ഇനി ഒരിക്കലും ഈ തിരുമോന്ത കാണാനുള്ള ഇടവരാതിരിക്കട്ടെ. അവളെ നോക്കി തൊഴുതിട്ട് അവൻ തിരിഞ്ഞു. അവൾ മുന്നോട്ട് ചാടി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഡാ, പോകല്ലേടാ പ്ലീസ്, അവനൊന്ന് വന്നോട്ടെ. പിന്നെ നിൻ്റെ ക്ലാമുകൻ വരുന്നവരെ എൻ്റെ പട്ടി കാത്തു നിൽക്കും. വിടടി കയ്യിന്ന്. ഞാൻ കാശ് തന്നല്ലേടാ. അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം, വെയിറ്റിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല. പുരകത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം അല്ലേടാ തെണ്ടി. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ഇളിച്ചു കാട്ടി. ശരി, അവൻ വരുന്നവരെ ഇവിടെ നിൽക്കാൻ എത്ര കൂടി വേണം? അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടിട്ട് ആകാശത്തേക്ക് നോക്കി കൈവിരലുകൾ കൊണ്ട് കണക്ക് കൂട്ടാൻ തുടങ്ങി. ദേ, എൻ്റെ ഗതികേട് മുതലെടുക്കുന്നതിന് ഒരു പരിധി വേണം. അവനൊന്ന് കണക്ക് കൂട്ടുന്നത് കണ്ടതും അവൻ്റെ ആക്രാന്തം അറിയാവുന്ന അവൾ പറഞ്ഞു. അതിനവൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് കുറച്ചുകൂടി ആലോചിച്ച ശേഷം തുക പറഞ്ഞു. അധികമൊന്നും വേണ്ട, ഒരു 10,000 കൂടി. ഇന്നാ കൊണ്ടെത്തിന് സാമദ്രോഹി. മുറുമുറുത്തുകൊണ്ട് അവൾ ആ തുക കൂടി അവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അത് ശരി, ഞാൻ ദ്രോഹി അല്ലേ? അപ്പം നീയോ? നിന്നെ വിശ്വസിച്ച് അവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന നിൻ്റെ അച്ഛനും അമ്മയും പിന്നെ നിൻ്റെ അച്ചമ്മയും, അവരെയൊക്കെ പറ്റിച്ചല്ലേ നീ പോകുന്നേ? അച്ചമ്മയ്ക്കറിയാം. തല താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞത് കേട്ട് ഇപ്രാവശ്യം കണ്ണുമിഴിഞ്ഞത് മഹേശ്വരൻ്റെ ആയിരുന്നു. എന്തോന്നാ പറഞ്ഞേ? അവൾ പറഞ്ഞത് വിശ്വസിക്കാത്ത മട്ടിൽ അവൻ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. ഞാൻ പോകുന്നത് അച്ചമ്മയ്ക്ക് അറിയാമെന്ന്. അച്ചമ്മയാ ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞത്. അമ്മമ്മേ, യു ടു ബ്രൂട്ടസ്. അവൻ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി അമ്മമ്മയെ സ്മരിച്ചു. നീ ചാടിപ്പോയതാണെന്ന് അമ്മമ്മ എല്ലാവരോടും പറയുമോ? ഇല്ല, ഞാനൊരു ലെറ്റർ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ അവൾ ഒന്ന് നിർത്തി. പിന്നെ? അവൻ ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി.
ഞാൻ ഇഷ്ടമുള്ള ആളോടൊപ്പം പോവുകയാണെന്നും പറഞ്ഞ് പ്രദീപിൻ്റെ ഫോണിലേക്ക് മെസ്സേജും അയച്ചിട്ടുണ്ട്. ഏത്? നിന്നെ കിട്ടാനിരുന്ന ആ പയ്യൻ്റെ ഫോണിലേക്കോ? നേരെ നോക്കാതെ അവൾ തലയാട്ടി. കൊള്ളാം, പഷ്ട്. അതും അമ്മമ്മയുടെ ഐഡിയ ആയിരിക്കും. അതിനും അവൾ തലയാട്ടി. അത് പൊളിച്ച്. മരപ്പെട്ടിക്ക് ഈനാമ്പേച്ച് കൂട്ടെന്ന് കേട്ടിട്ടേയുള്ളൂ. ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ, സന്തോഷമായി. അതിന് മറുപടി പറയാതെ അവൾ റോട്ടിലേക്കും നോക്കി നിന്നു. എവിടെ നിന്റെ ആള്? കാണാനില്ലല്ലോ. റോഡിലേക്കും നോക്കിയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട അവൾ ഫോൺ എടുത്ത് സൂരജിനെ വിളിച്ചു. ഫോൺ റിങ് ചെയ്ത് നിൽക്കുന്നതും അവൾ വീണ്ടും വീണ്ടും വിളിക്കുന്നതും അവളുടെ മുഖത്ത് മിന്നി മറയുന്ന അക്ഷമയും ശ്രദ്ധിച്ചുകൊണ്ട് മഹേശ്വർ ആ ആൽമരത്തിലേക്കു ചാരി നിന്നു. ഒടുവിൽ എപ്പോഴോ കോൾ കണക്റ്റായതും അവൾ സൂരജ് എന്ന് വിളിച്ചുകൊണ്ട് ആവേശത്തോടെ സംസാരിക്കാൻ തുടങ്ങിയത് കണ്ട് അവൻ മുന്നിലേക്ക് നടന്ന് സ്റ്റേഷൻ്റെ ഇരുവശത്തേക്കും നീണ്ടു നിൽക്കുന്ന റെയിൽവേ ലൈനിലേക്ക് നോക്കി. റെയിൽവേ ട്രാക്കിൻ്റെ ഒരു വശത്തായി കാണുന്ന ചുവന്ന സിഗ്നൽ ലൈറ്റുകളിലേക്ക് നോക്കി നിൽക്കുന്നതിനിടയിലാണ് പുറകിൽ എന്തോ താഴെ വീണോടെ എന്ന ശബ്ദം അവൻ കേട്ടത്. കയ്യിലിരുന്ന മൊബൈൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുഖം പൊത്തി കരയുന്ന അവളെ കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നേരെ നോക്കിയാൽ അടിയാണെങ്കിലും അവൾ കരയുന്നത് കണ്ടപ്പോൾ അവന് വല്ലായ്മ തോന്നി. എന്താടി പറ്റിയേ? അവളുടെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ ചോദിച്ചത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞതും അവൾ വീണ്ടും കരയാൻ തുടങ്ങി. എന്തു വേണമെന്നറിയാതെ അവൻ അവളുടെ മുന്നിൽ പകച്ചു നിന്നു. തുടരും.